തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽപ്പെട്ട മലയോര ഗ്രാമമായ വെള്ളറടയാണ് എൻ്റെ പഞ്ചായത്ത്. ഈ വാർഡിലെ ഒരു ബൂത്തിലാണ് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ വോട്ടറല്ല, എൻ്റെ അച്ഛനും അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. എങ്കിലും മറ്റൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ വെള്ളറട പഞ്ചായത്തിലെ വോട്ട് വിശേഷങ്ങൾ അറിഞ്ഞു വരാം. മഴയാണ്. ഹലോ പ്രമേശ്, എപ്പോഴും എന്റെ വിശേഷം വേറെ. ഞാന് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇലക്ഷൻ എതിരായി ഇങ്ങനെ നമ്മളൊരു 4 റൗണ്ടൊക്കെ കറങ്ങി. ചുവരെടുത്ത് കഴിഞ്ഞു. ചുവരെല്ലാം എഴുതി. മറ്റുള്ളവർ ഇതുവരെ ഇറങ്ങിയില്ല, നമ്മൾ 4 റൗണ്ട് കറങ്ങി കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ്, അമ്മാവനാണ്. അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അനുഭവം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അനുഭവം അമ്മാവനുമായി ബന്ധപ്പെട്ടാണ്. കാരണം 1979 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അമ്മാവൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി അമ്മാവൻ കൂട്ടുകാരും വോട്ട് പ്രവർത്തിക്കാൻ പോയില്ല. ഞങ്ങൾക്ക് പാർട്ടി അന്ന് സീറ്റ് കാണില്ല, അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. എനിക്ക് നിങ്ങളുടെ പ്രചാരണം സാധാരണക്കാരുടെ സ്ഥാനാർത്ഥി, ആനയും അമ്പാരിയും ഇല്ലാത്ത സാധാരണക്കാരും കാളവണ്ടിയിലായിരുന്നു പ്രവർത്തനമൊക്കെ. എങ്ങനെയാണ്? പരസ്യമൊക്കെ കാളവണ്ടിയിലായിരുന്നു. കാളവണ്ടിയില്ല, അത് ഉദയസൂര്യനായിരുന്ന അടയാളം. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. അപ്പൊ കാണാം. നടക്കട്ടെ, വിജയിച്ചു വരട്ടെ. ഓക്കെ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വാർഡുകളിലൂടെയാണ് ഈ യാത്ര. 31.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് പഞ്ചായത്തിന്. ശരിക്കും വെള്ളറട എന്ന സ്ഥലനാമത്തിന് പിന്നിൽ വെള്ളത്തിന്റെ സമൃദ്ധിയാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. പുലിയൂർശാല, മാങ്കോട്, കടയാല് എന്നിവയാണ് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ പഞ്ചായത്തുകൾ. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പുറത്തുള്ളവർ കാഴ്ചക്കാരുടെ റോളിലായിരിക്കും. ഇതെല്ലാം ഒന്ന് നേരിട്ട് കണ്ടുവരാം. ഇതാണ് പുലിയൂർശാല പഞ്ചായത്ത്. നമുക്ക് തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് തമിഴ്നാട്ടിലെ പുലിയൂർശാല പഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ്. ഇപ്പൊ ഈ റോഡിന്റെ ഈ പ്രദേശം, ഈ വശം മുഴുവൻ തമിഴ്നാടാണ്, മറുവശം കേരളമാണ്. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ പേര്? ജസ്റ്റിൻ. ഇത് ഇവിടെ തമിഴ്നാടല്ലേ? തമിഴ്നാട്. അപ്പുറത്ത് കേരളം. അവിടെ ഇലക്ഷൻ ഉണ്ട്, ഇവിടെ ഇലക്ഷൻ ഇല്ല. ഇപ്പൊ അപ്പുറത്തെ സ്ഥാനാർത്ഥികളെല്ലാം നിങ്ങൾ അവിടെ ഇലക്ഷനും ഇവിടെ ഇലക്ഷൻ ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും ഒരു വ്യത്യാസം? വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ചേട്ടാ? അവിടെ ആർക്ക് വേണ്ടി വോട്ട് ഇറക്കാൻ പോകുന്നത്? അത് പറയാൻ പറ്റത്തില്ല. നമസ്കാരം. നമസ്കാരം. കേരളത്തിലോട്ടുണ്ടോ? തമിഴ്നാടാണ്. ഇവർ ഈ റോഡിന്റെ ഈ സൈഡാണ്, തമിഴ്നാട്ടിലാണ് വോട്ട്. അതായത് തമിഴ്നാട് ആണെങ്കിലും പഴയ മലയാളികളാണ് ഇവിടെ, അല്ലേ? റോഡിന്റെ അപ്പുറത്ത് കേരളമാണല്ലോ. കേരളമാണ്. ഈ ബോർഡ് കണ്ടോ? ബോർഡ് തമിഴ്നാട്ടിലെ ആയതുകൊണ്ടാണ് ആദ്യത്തെ തമിഴ് അക്ഷരത്തിലാണ് കടയുടെ ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന് താഴെ ഇംഗ്ലീഷ് വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ മലയാളത്തിലെ ബോർഡ് വയ്ക്കാം. കേരളത്തിലെ പാറശാല, നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം നിരവധി അതിർത്തി പഞ്ചായത്തുകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് വെള്ളറട. വെള്ളറട ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശന കവാടം ഇവിടെ മുതലാണ് പഞ്ചായത്ത് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ പുലിയൂർശാല പഞ്ചായത്തിന്റെ ഓഫീസാണ് കണ്ടത്. ഇവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ അപ്പുറം പോകുമ്പോഴേക്കും വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കാണാം, അതേ വശത്ത്. രാജഭരണകാലത്തോളം പഴക്കമുള്ള ഒരു ചന്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വെള്ളറടയിലെ ഗ്രാമീണ ചന്ത സ്ഥിതി ചെയ്യുന്നതും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പനച്ചമൂട്ടിലാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ ഇവിടുത്തെ ചൂട്? ആണോ? ഇത് ഏത് വാർഡാണ്? ഇത് മാർക്കറ്റ് മുഴുവൻ ടൗൺ വാർഡിലാണ്, പനച്ചമൂട് ടൗൺ വാർഡ്. ഓഹോ. ആർക്കാണ് സാധ്യത? LDF-നാണ് സാധ്യത. നല്ല മത്സരം. മഴയത്ത് മത്സരം, ചൂട് കുറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇതേത് മീനാണ്? വെള്ളച്ചൂര. ഓക്കെ. എല്ലാ ഫ്രഷ് പച്ചക്കറികളും ഇവിടെ കിട്ടും. അതാണ് പനച്ചമൂട് മാർക്കറ്റിന്റെ ഗുണമെന്ന് പറയുന്നത്. നമസ്കാരം. എന്താണ് സൂക്ഷ്മ പരിശോധന? അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. എങ്ങനെയുണ്ട് വർക്കൊക്കെ? കോൺഗ്രസിന്റെ ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതാ നമ്മുടെ ചുവരിൽ തന്നെ നിങ്ങളുണ്ട് കേട്ടോ. എല്ലാ ആശംസകളും. ഓക്കെ. ഞാൻ പഠിച്ച വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹൈസ്കൂളാണിത്. ഇവിടുത്തെ ബൂത്തിലാണ് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തത്.
ഇപ്പോൾ ഈ സ്കൂളിൽ എന്നോടൊപ്പം അന്ന് പഠിച്ച ഏതാണ്ട് 3 പേർ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു കാര്യം കൂടി രസകരമായ ഒന്നുണ്ട്. ഹലോ, നമസ്കാരം. ഇത് ഒരു സ്ഥാനാർത്ഥിയുടെ വീടാണ്. വെള്ളറട പഞ്ചായത്തിലെ വെള്ളറട വാർഡിലെ BJP സ്ഥാനാർത്ഥി ഉഷാകുമാരി. ഈ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത വേറൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. മഴയായിട്ടൊന്നും ഇറങ്ങുന്നില്ലേ? ഇറങ്ങി. ഇന്ന് സൂക്ഷ്മ പരിശോധനയായിരുന്നു, പോയിട്ടൊക്കെ വന്നു. ഉച്ചവരെ പിന്നെ കുറച്ച് വീടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വന്നു. മഴയല്ലേ, ഭയങ്കര മഴയായ. എങ്ങനെയുണ്ട് സാധ്യത? നല്ല വിജയ സാധ്യത ഉണ്ട്. അതെ. ശരി, അപ്പം പോട്ടെ. ഓക്കെ, ബൈ ബൈ. ഇത് ശരിക്കും ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്, തമിഴ്നാട് കേരള അതിർത്തിയാണ്. ഇവിടെ നമ്മുടെ കേരള പോലീസിൻ്റെയും എക്സൈസ് വിഭാഗം തോന്നുന്നു, അവരുടെയൊക്കെ വാഹനങ്ങൾ കണ്ടു. അവരുടെ ഒരു ചെക്കിംഗ് നടക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞു വരാം. അതെ, ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകമായ വാഹന പരിശോധനയാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരുന്ന ലഹരികൾ തടയുക എന്ന ഉദ്ദേശത്തോടുകൂടെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കേരള പോലീസും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന വാഹന പരിശോധനകളാണ്. വെള്ളറട പഞ്ചായത്തും വെള്ളറട പഞ്ചായത്തിലെ ആറാട്ടുകുഴി വാർഡും ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാലമാണ് അതിർത്തി. പാലത്തിനപ്പുറം തമിഴ്നാടാണ്, ഇപ്പുറത്ത് കേരളം. ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി ഇവിടെ വരികയാണ്. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ചിറ്റാർ ഡാം 2 എന്ന് പറയുന്ന ഒരു എർത്ത് ഡാം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ സഖ്യപർവ്വത അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നൊക്കെ വരുന്ന അരുവികളിലും തോടുകളിലും ഒക്കെ ഉള്ള വെള്ളം അതൊരു ജലസ്രോതസ്സാക്കി അത് ശരിക്കും ഇവിടെ ഈ ചിറ്റാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായി മാറുകയാണ്. തമിഴ്നാട്ടിലെ നമ്മുടെ വെള്ളറട പഞ്ചായത്തിൻ്റെ ബോർഡറിലുള്ള കടയാൽ ടൗൺ പഞ്ചായത്തിലെ കൗൺസിലർ ജോൺ ആണ്. നമ്മളിപ്പോൾ ജോൺ തമ്പി മുഴുവൻ പേര് അല്ലേ പേര്. இந்த பஞ்சாயத்து சொல்லும்போது கடையால் பேரூராட்சி அப்படியாக இருக்குது. இந்த தொட்டடுத்த பஞ்சாயத்துன்னு சொல்லும்போது வெள்ளட பஞ்சாயத்து. இது தமிழ்நாட்டிலேயே கிராம பஞ்சாயத்து மாங்கோடு வில்லேஜில் இருக்குது. மாங்கோடு வில்லேஜ், அது கழிஞ்சால் புல்லூர்சாலை வில்லேஜ், புல்லூர்சாலை பஞ்சாயத்து. அது 2 கிராம பஞ்சாயத்து தான். ஆனால் இது மட்டும்தான் நம்ம பார்டரில் ടൗൺ പഞ്ചായത്ത്. തെരഞ്ഞെടുപ്പ് കാഴ്ചകളും അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യസ്തമാണ്. ഇവിടെ പോരടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഒരേ മുന്നണിയിലായിരിക്കും. മെമ്പർ അനിൽകുമാറിന്റെ വീട്. ഞാൻ അനിൽകുമാർ. എന്താണ്? നമസ്കാരം. നമസ്കാരം. നമസ്തേ. തമിഴ്നാട്ടിലെ പഞ്ചായത്താണ്. അതെ, മലയാളിയാണ്. അതെ. ഇപ്പൊ ഭരണസമിതി ഇപ്പൊ ഇല്ല, പക്ഷെ അവസാനം ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന CPM-ന്റെ ഭരണസമിതി. പൂർണ്ണമായിട്ടും CPM-ന്റെ ഭരണസമിതി. DMK CPM സഖ്യകക്ഷിയായിരുന്നു. കടയാൽ പഞ്ചായത്തും CPM-ന്റെ. അതെ, കടയാൽ പഞ്ചായത്തും CPM-ന്റെ പഞ്ചായത്ത്. ഇപ്പൊ ഈ റോഡെല്ലാം ഇത് MP ഫണ്ട്. MLA-യും MP-യും കോൺഗ്രസ് നമ്മുടെ സഖ്യത്തിലാണ് ഇവിടെ. ഇവിടെ എല്ലാവരും ഒരു മുന്നണി. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തില് കോൺഗ്രസ് CPM-ഉം 2 മുന്നിലാണെങ്കിൽ ഇവിടെ DMK-യും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് എല്ലാം ഒറ്റ സഖ്യമാണ്. അത് ശരിയാണ്. അതിർത്തി മാറുമ്പോഴേക്ക് രാഷ്ട്രീയം മാറി. പ്രസിദ്ധമായ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രവും ഈ അതിർത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി വാർഡിലാണ്. ഇവിടെ നിന്നാണ് കുരിശുമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം ആരംഭിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എൻ്റെ മറ്റൊരു സഹപാഠി സ്ഥാനാർത്ഥിയാണ് ലില്ലി പുഷ്പം. ലില്ലി പുഷ്പം CPI-യുടെ സ്ഥാനാർത്ഥിയാണ്, LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ കത്തിപ്പാറ ക്ഷീര സഹകരണ സംഘത്തിലെ പ്രവർത്തകരും കൂടിയാണ്. എങ്ങനെയുണ്ട്? ജയിക്കും. ആത്മവിശ്വാസമുണ്ട്. അപ്പം ഞാൻ പോട്ടെ. രാവിലെ മുതൽ മഴ നനഞ്ഞ് വെള്ളറട പഞ്ചായത്തിലുണ്ട്. ഇനി നമ്മുടെ ഒരു സഹപാഠിയിട്ടുണ്ട്, സതീഷ്. ഉഷയെ കണ്ടു. സതീഷോട് ഉണ്ട്. വെള്ളറട ജംഗ്ഷനിലെ ഒരു സൗഹൃദ കൂട്ടായ്മയിലാണ് ഇപ്പോൾ പഞ്ചായത്ത് യാത്ര എത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എൻ്റെ സ്കൂൾ സഹപാഠികളാണ്. ഒരാൾ സ്ഥാനാർത്ഥി കൂടിയാണ്. സതീഷേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സൂക്ഷ്മോത്തറിയ പരിശോധനയെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഉറപ്പിച്ചു. നിങ്ങൾ പ്രസാദ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ പഞ്ചായത്തിലെ ഇലക്ഷൻ? എല്ലാ മുന്നണികളും സജീവമായി രംഗത്തുണ്ട്. ബാബു നേരത്തെ മുൻകൂട്ടി തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് ബാബു.
രാവിലെ മഴയത്ത് ആരംഭിച്ച ഈ പഞ്ചായത്ത് യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് വെള്ളറട പഞ്ചായത്തിൻ്റെ വീണ്ടും അതിർത്തി ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. മുകളിലോട്ട് കടന്നാൽ വീണ്ടും തമിഴ്നാടായി. എന്തായാലും കുരിശുമലയുടെ പ്രകൃതി രമണീയമായ ഈ ഭാഗത്ത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഈ മനോഹര തീരത്ത് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണം. നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. നന്ദി, നമസ്കാരം, ബൈ ബൈ.